38,000 റേഞ്ചിൽ വീണ്ടും ലിക്വിഡിറ്റി ഉണ്ട്. അപ്പോൾ ആ ലിക്വിഡിറ്റി ടേക്ക് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഒരു തോന്നൽ മേ ബി വന്നേക്കാം. മാർക്കറ്റ് 38,000-ലേക്കൊക്കെ പോകുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ. പക്ഷേ ഇത് ക്രിപ്റ്റോ മാർക്കറ്റ് ആണെന്നും ഇവിടെ എന്ത് സംഭവിക്കാം എന്നുള്ളൊരു കാര്യം നമ്മുടെ മനസ്സിൽ എപ്പോഴും വേണം. മാർക്കറ്റിൽ എന്ത് സംഭവിക്കാം. മാർക്കറ്റ് നൈസായിട്ട് വന്നിട്ട് ഈ പറയുന്ന 38,000 49,000 റേഞ്ച് ഗ്രാബ് ചെയ്തതിന് ശേഷം അഗ്രസീവായിട്ട് മേളിലേക്ക് പോയി അടുത്ത വോൾട്ടേജ് ഹൈ ബ്രേക്ക് ചെയ്യുന്ന സാഹചര്യങ്ങളൊക്കെ സംഭവിക്കാം. ഇതിന് മുൻപ് മാർക്കറ്റിൽ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഹായ് ഓൾ, ട്രേഡ് മാക്സ് അക്കാദമിയുടെ ക്രിപ്റ്റോയുടെ വീക്ക്ലി അനാലിസിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു വീക്കിലി അനലൈസ് നോക്കാം. നമ്മൾ കഴിഞ്ഞ വീക്ക് എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്കിന് എന്താണ് നടക്കാനുള്ള പോസിബിലിറ്റി എന്നൊക്കെ നമുക്ക് എന്തായാലും ഓൾറെഡി നോക്കാം. അപ്പം കഴിഞ്ഞ വീക്ക് ഓൾറെഡി നമുക്ക് ചെറിയൊരു 1-2 ബുള്ളിഷ് ട്രേഡ്സുകൾ നമ്മൾ ഓൾറെഡി നോക്കിയിട്ടുണ്ടായിരുന്നു. അത് ഓൾറെഡി നമുക്ക് SL ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വ്യൂ സ്റ്റിൽ നിലവിൽ ബെയറിഷ് തന്നെയാണ്. ഓൾറെഡി നമ്മൾ ഒരു പുൾ ബാക്ക് ഓൾറെഡി നിങ്ങൾക്ക് നോക്കി കാണാൻ സാധിക്കും. ഈ മാർക്കറ്റ് എന്ത് ചെയ്തു, ഇതിന് മുന്നത്തെ 2 വീക്ക് മുന്നത്തെ ഉള്ള ആ ഒരു ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം മാർക്കറ്റ് ഒരു പുൾ ബാക്ക് തന്നതായിരുന്നു. നമ്മൾ ആ ഒരു ട്രാപ്പിൽ ഓൾറെഡി പെട്ടു. നമുക്ക് ഡിമാൻഡ് ആയതുകൊണ്ടാണ് നമ്മളൊരു 1-2 ബുള്ളിഷ് എൻട്രീസ് ഓൾറെഡി നോക്കിയിട്ടുള്ളത്. പക്ഷേ നമ്മൾ ആ ഒരു ട്രാപ്പിൽ പെട്ടു. ഓൾറെഡി നമ്മൾക്ക് 1-2 SL വന്നിട്ടുണ്ടായിരുന്നു. സ്റ്റിൽ അതിനുശേഷം നിങ്ങൾ നോക്കിയാൽ മാർക്കറ്റ് ഒരു പുൾ ബാക്ക്, ഈ ലിക്വിഡിറ്റിന് ശേഷം മാർക്കറ്റ് ഒരു പുൾ ബാക്ക് വന്നു. ശേഷം സ്റ്റിൽ മാർക്കറ്റ് കണ്ടിന്യൂഷൻ നടക്കുന്നു. എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് വീണ്ടും എന്ത് ചെയ്യുന്നു, താഴത്തേക്ക് ഓൾറെഡി പോകാനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നു. അപ്പം നിലവിൽ നമ്മുടെ വ്യൂ ഓൾറെഡി 4 hour സപ്ലൈ നമ്മൾ നോക്കി കാണാൻ സാധിക്കും. ഇവിടെ നോക്കിയാൽ കാണാൻ മാർക്കറ്റ് എക്സാക്റ്റ് നമ്മുടെ 4 hour സപ്ലൈ എന്നാണ് മാർക്കറ്റ് ഓൾറെഡി റിയാക്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ നോക്കി കാണാൻ സാധിക്കും. മാർക്കറ്റ് എന്ത് ചെയ്തു, ഇവിടെ ഓൾറെഡി നമ്മുടെ 4 hour സപ്ലൈ എക്സാക്റ്റ് 4 hour സപ്ലൈയിലേക്ക് എത്തി. സപ്ലൈ നിന്ന് മാർക്കറ്റ് റിയാക്ട് ചെയ്തു. ഇവിടുന്ന് ഈ ഒരു ബേസിൽ നിന്ന് മാർക്കറ്റ് ജസ്റ്റ് ഒരു പുൾ ബാക്ക് തരുന്നുണ്ട്. മാർക്കറ്റ് ഈ ഒരു സോണിൽ നിന്ന് വീണ്ടും താഴത്തേക്ക് റിയാക്ട് ചെയ്യും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇവിടെ താഴെ ഒരു 1 hour ഡിമാൻഡ് സോൺ ഉണ്ടെങ്കിലും മാർക്കറ്റിനെ ഈ റെസ്പെക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഇല്ല. മാർക്കറ്റ് ഈ 1 hour ഡിമാൻഡിൽ അഗ്രസീവായിട്ട് ബ്രേക്ക് ചെയ്യും, താഴെയുള്ള ലിക്വിഡിറ്റി എടുക്കും എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിലവിൽ നമ്മൾ ഈ ഒരു സോണിലേക്ക് എത്തിയാൽ ഇവിടെ നിന്നൊരു ചെറിയൊരു ട്രേഡ്സ് ഓൾറെഡി പ്ലാൻ ചെയ്യുന്നുണ്ട്. എക്സാക്റ്റ് ആ ട്രേഡ്സ് നമ്മൾ ഇവിടുന്ന് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു 1 hour സോൺ വരെ അത് ഹോൾഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിലവിൽ ഇതാണ് നമ്മുടെ നിലവിൽ ഒരു ട്രേഡിംഗ് പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ മാർക്കറ്റ് ഇവിടെ എത്തുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ട്രേഡ്സ് ഓൾറെഡി നോക്കുന്നതാണ്. ഒരു ചെറിയൊരു പോയിൻ്റ് SL, ഏകദേശം ഒരു 900 പോയിൻ്റ് SLും അതുപോലെ തന്നെ ടാർജറ്റ് നമ്മൾ താഴത്തേക്കാണ് നോക്കുന്നത്. 1:2 എക്സിറ്റ്, കുറച്ച് ക്വാണ്ടിറ്റി എക്സിറ്റ് ചെയ്യുമെങ്കിലും മാക്സിമം ടാർജറ്റ് നമ്മൾ നോക്കുന്നത് ഈ ഒരു സോൺ വരെയാണ്. അപ്പോൾ നിലവിൽ നിങ്ങൾ വീക്കിലി അനലൈസ് ചെയ്യുമ്പോൾ നോക്കിയോ, മാർക്കറ്റ് നമ്മുടെ അടുത്ത ഒരു ടാർജറ്റ്, നിയർ ടാർജറ്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന 52,000 റേഞ്ചോ അല്ലെന്നുണ്ടെങ്കിൽ 49,000 റേഞ്ചാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അത് നെക്സ്റ്റ് വീക്ക് തന്നെ വരണമെന്നില്ല. മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ താഴത്തേക്ക് ആയതുകൊണ്ട് തന്നെ വരും ആഴ്ചകളിൽ നമ്മൾ ഈ ഒരു റേഞ്ചുകളോട് പ്രതീക്ഷിക്കുന്നുണ്ട്. മാർക്കറ്റ് ഇവിടെ എങ്ങനെ റെസ്പെക്ട് ചെയ്യും എന്നതിനനുസരിച്ചിരിക്കും മാർക്കറ്റ്. അതിനുശേഷം ബുള്ളിഷ് ആവുമോ അതോ താഴത്തെ ലിക്വിഡിറ്റി, താഴെ വീണ്ടും ലിക്വിഡിറ്റി 38,000 റേഞ്ചിൽ വീണ്ടും ലിക്വിഡിറ്റി ഉണ്ട്. അപ്പോൾ ആ ലിക്വിഡിറ്റി ടേക്ക് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഒരു തോന്നൽ മേ ബി വന്നേക്കാം. മാർക്കറ്റ് 38,000-ലേക്കൊക്കെ പോകുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ. പക്ഷേ ഇത് ക്രിപ്റ്റോ മാർക്കറ്റ് ആണെന്നും ഇവിടെ എന്ത് സംഭവിക്കാം എന്നുള്ളൊരു കാര്യം നമ്മുടെ മനസ്സിൽ എപ്പോഴും വേണം. മാർക്കറ്റിൽ എന്ത് സംഭവിക്കാം. മാർക്കറ്റ് നൈസായിട്ട് വന്നിട്ട് ഈ പറയുന്ന 38,000 49,000 റേഞ്ച് ഗ്രാബ് ചെയ്തതിന് ശേഷം അഗ്രസീവായിട്ട് മേളിലേക്ക് പോയി അടുത്ത വോൾട്ടേജ് ഹൈ ബ്രേക്ക് ചെയ്യുന്ന സാഹചര്യങ്ങളൊക്കെ സംഭവിക്കാം. ഇതിന് മുൻപ് മാർക്കറ്റിൽ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കതിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. മാർക്കറ്റിൽ എന്ത് സംഭവിക്കാം. അപ്പോൾ വീക്കിലിയിൽ മാർക്കറ്റ് നമ്മുടെ വ്യൂ ബെയറിഷ് തന്നെയാണ്, ഈ റേഞ്ചിലേക്ക് എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പം വരും വീക്കിൽ നമ്മുടെ വ്യൂ ബെയറിഷ് തന്നെ ആയിരിക്കും. അപ്പം നമ്മൾ നിലവിൽ നമുക്ക് ഓൾറെഡി ബുള്ളിഷിലേക്ക് ഓൾറെഡി ട്രേഡ്സുകളൊന്നും നിലവിൽ പ്ലാൻ ചെയ്യുന്നില്ല. ഇവിടുത്തെ ഈ ഒരു ചെറിയ ട്രേഡ് നമ്മൾ ഓൾറെഡി നോക്കുന്നുണ്ട്. അപ്പം ഇതായിരിക്കും നിലവിൽ മാർക്കറ്റ് നിലവിൽ സാറ്റർഡേ സൺഡേ വോളിയം കുറവായതുകൊണ്ട് തന്നെ സാറ്റർഡേ സൺഡേ നമ്മൾ സാധാരണഗതിയിൽ ട്രേഡ്സുകൾ അങ്ങനെ പ്ലാൻ ചെയ്യാറില്ല. നിലവിൽ സാറ്റർഡേ സൺഡേ മാർക്കറ്റ് വോളിയം തീരെ കുറവായിരിക്കും. അതുകൊണ്ട് സാറ്റർഡേ സൺഡേ നമ്മൾ ഇതുവരെ അങ്ങനെ എൻട്രീസ് എടുക്കാറില്ല. നമ്മൾ ഇനി മാർക്കറ്റിൽ വോളിയം വരണമെങ്കിൽ ഞായറാഴ്ച വൈകുന്നേരമോ അല്ലെങ്കിൽ തിങ്കളാഴ്ച ഏർലി മോർണിംഗിലോ ആയിരിക്കും മാർക്കറ്റ് വോളിയം വരുന്നത്. അപ്പോൾ സ്റ്റിൽ നമ്മളെന്തായാലും വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു സാറ്റർഡേ സൺഡേകളിലാണ് മാർക്കറ്റ് ഇവിടെ ടാപ്പ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ മാർക്കറ്റിനെ നിരീക്ഷിച്ചിട്ട് മാത്രമേ ഈ ട്രേഡ്സുകൾ അപ്ലൈ ചെയ്യത്തുള്ളൂ. നമ്മൾ ഇപ്പോൾ പ്രതീക്ഷിക്കുന്ന മാർക്കറ്റ് ഈ ഒരു റേഞ്ചിലേക്ക് ഞായറാഴ്ച വൈകിട്ട് എത്തുവാണെങ്കിൽ നമുക്കൊരു ബെറ്റർ എൻട്രി ആയിരിക്കും. അതല്ല ഇന്നൊക്കെ ഈ ഒരു റേഞ്ചിലേക്ക് വന്ന് ടാപ്പ് ചെയ്താൽ തൽക്കാലം നമ്മൾ വെയിറ്റ് ചെയ്യും. ഇവിടുത്തെ മാർക്കറ്റിൻ്റെ ഒരു ഡയറക്ഷൻ അല്ലെങ്കിൽ മൂവ്മെൻറ്റ് നോക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ എൻട്രിയിലേക്ക് കടക്കത്തുള്ളൂ. അപ്പോൾ നിലവിൽ ഇതാണ് നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത്. നമ്മുടെ വ്യൂ സ്റ്റിൽ ബെയറിഷിനെയാണ് നമ്മൾ നിലവിൽ ട്രേഡ്സുകൾ പ്ലാൻ ചെയ്യുന്നത് താഴത്തേക്ക് തന്നെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഈ നെക്സ്റ്റ് വീക്കിൽ മാർക്കറ്റിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്. മാർക്കറ്റ് നമ്മൾ ഈ പറയുന്ന വ്യൂവിലേക്ക് മാർക്കറ്റ് വരുന്നുണ്ടോ, അതല്ല മാർക്കറ്റ് ബുള്ളിഷിലേക്കാണോ പോകുന്നത്, അല്ലെങ്കിൽ നമ്മളെ ട്രാപ്പിലാക്കാൻ വേണ്ടി മാർക്കറ്റ് നെക്സ്റ്റ് ഏതെങ്കിലും ഒരു സോൺ
വരെ ബുള്ളിഷിലേക്ക് പോകുമോ എന്നുള്ളത് എന്തായാലും നമുക്ക് നോക്കാം. എന്തായാലും നമുക്ക് ഈ ഒരു വീക്കിലെ അപ്ഡേറ്റ് എന്തായാലും നോക്കാം. അതല്ല, നമ്മൾ ഡെയിലി ഉള്ള അപ്ഡേറ്റുകൾ നമ്മൾ എല്ലാ ദിവസവും നമ്മുടെ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിലായിരിക്കും കൂടുതൽ അപ്ഡേറ്റ്സ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം മാർക്കറ്റ് നെക്സ്റ്റ് വീക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ നെക്സ്റ്റ് ഒരു മാർക്കറ്റ് അനാലിസിസുമായിട്ട് നമുക്ക് മൺഡേ വൈകിട്ട് വീണ്ടും കാണാം. ബൈ ബൈ ഓൾ.